എനിക്ക് തോന്നുന്നു 2024 ഓണം വളരെ സ്പെഷ്യൽ ആണ് അല്ലേ ആന്റി? കാരണം വീട്ടിലേക്ക് വീണ്ടും ഒരു സംസ്ഥാന അവാർഡ് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ഓണം അങ്ങനെ സ്പെഷ്യൽ ആകുന്നത്? അല്ല, തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് കാരണം പൃഥ്വി അതിനടുത്ത് ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ പോലും ആ പ്രായത്തിൽ ഇത്രയും ഇതിനു വേണ്ടി അങ്ങ് എനിക്ക് സംശയമാണ്. കാരണം ഒരു പക്ഷേ അത് അവൻ്റെ ആ കഥാപാത്രത്തിനോടുള്ള ഒരു ഈ വായിച്ചിട്ടുള്ള അറിവും പിന്നെ അതിനോടുള്ള ആ ഒരു സിനിമയോടുള്ള പാഷൻ, പിന്നെ ഇങ്ങനൊരു കഥാപാത്രം ചെയ്യാൻ അവസരം കിട്ടിയെന്നുള്ള അവൻ്റെ ഒരു മനസ്സിലെ ഒരു സന്തോഷം, ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും അവന് 101% അവൻ അതിനു വേണ്ടി തയ്യാറെടുത്ത് പ്രിപ്പയർ ചെയ്ത് പോകുന്ന വഴിക്ക് 10-30 കിലോയൊക്കെ കുറച്ച് ഒരു മാസത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ ചെല്ലുന്നത്. അവസ്ഥയിൽ അങ്ങനെ വെയിറ്റ് കുറയ്ക്കാൻ പാടില്ല, അതൊക്കെ ഒരു അപകടം പിടിച്ച സംഭവമാണ്. പക്ഷേ എന്തോ ഈശ്വരനെ പ്രാർത്ഥിച്ച് ഭഗവാൻ ഇത്രത്തോളം കൊണ്ടെത്തിച്ച്. അപ്പോൾ ഈ അവാർഡ് അത് വലിയൊരു സത്യമായ സന്തോഷമാണ്. കാരണം അവൻ്റെ കഷ്ടപ്പാടിനെ അംഗീകരിക്കാനായിട്ട് ഒരു ജൂറി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും 1-2 പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എപ്പോഴും മെജോറിറ്റിയുടെ അഭിപ്രായമാണല്ലോ നടപ്പാകുന്നത്. അപ്പോൾ എനിക്കത് വലിയ സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു അന്ന് ഈ അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആന്റിനോട് ചോദിച്ചപ്പോൾ ആന്റി പറഞ്ഞു എനിക്ക് അങ്ങനെ അവാർഡ് കിട്ടണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഉള്ളതല്ല, പക്ഷെ ഇതിന് കിട്ടിയില്ലെങ്കിൽ സത്യം. അത് ഞാനിങ്ങനെ എല്ലാ പ്രാവശ്യം പറയുമ്പോൾ അയ്യോ അതെന്താ അത് കിട്ടുക, പണ്ട് ഇതുപോലെ ലൂസിഫർ അയ്യോ ജനപ്രീതി ആർജിച്ച ചിത്രം കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ മികച്ച നവാഗത സംവിധാനം. ഞാൻ മനുഷ്യടാ ഇത് 6-7 പേരിരുന്ന് കാണുമ്പോൾ അവരുടെ അഭിപ്രായമാണ്. കേരളത്തിൽ എത്രയോ കോടി 5-5 കോടി ജനങ്ങൾ കിടക്കുമ്പോൾ അവരുടെ അഭിപ്രായം ഈ 7 പേരിലൂടെ വരില്ല. അപ്പോൾ ആ 7 പേരുടെ കണ്ണിൽ അവർക്ക് സിനിമയെക്കുറിച്ച് അറിയാവുന്ന അറിവിൻ്റെ പശ്ചാത്തലത്തിൽ അവരൊരു തീരുമാനം എടുക്കുന്നു, വിട്ടുപോയി അനുബന്ധപ്പോൾ കുഴപ്പം. പക്ഷേ ഇതങ്ങനെയല്ല. കാരണം രാജു അതിനുവേണ്ടി ചെയ്ത തയ്യാറെടുപ്പുകളും ത്യാഗങ്ങളും പിന്നെ അതിൻ്റെ നന്നായിട്ടും ചെയ്തിട്ടുമുണ്ട്. കാരണം അവനിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്ന ചില കാര്യങ്ങളും അല്ല എനിക്ക് പോലും ഇതൊരു സിനിമയാണ്, എൻ്റെ മോനാണ്, ബ്ലസ്സി സാർ ഇത് സംവിധാനം ചെയ്ത് ക്യാമറയിൽ നന്നായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണെന്നൊക്കെ ബോധമുള്ളിലുണ്ടെങ്കിലും അറിയാതെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും രാജുവിൻ്റെ ഒരു വർക്ക് ആകെ മൊത്തം ഒരു അംഗീകാരം കിട്ടേണ്ട ഒരു പടം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാനിങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിനവന് കിട്ടണമായിരുന്നു. ഇപ്പം ആന്റി പറഞ്ഞല്ലോ പോകുന്ന വഴിക്ക് തന്നെ 30 കിലോ കുറയ്ക്കാൻ. അപ്പം നമ്മളെല്ലാവരും പുറമേ കാണുന്നവർ തന്നെ ഞെട്ടിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ വലിയ മകനാണ് ഇത്രയും കുറഞ്ഞത് എനിക്ക് അറിയത്തില്ലായിരുന്നു മോളെ. ഞാൻ വിചാരിച്ചു വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവന് കുറച്ച് ചബ്ബിയായിരുന്നല്ലോ. അപ്പോൾ എന്നാലും റെഗുലർ ജിമ്മിൽ പോക്കും ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഓവർ തടിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിന്നും കുറയ്ക്കണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കാണുമ്പോൾ അവൻ്റെ ചെള്ളയൊക്കെ കുറച്ചത് കുറയും. എണ്ണം കുറയുമ്പോൾ രാജുവിനെ പെട്ടെന്ന് ഫേസിൽ അറിയാൻ പറ്റും. പിന്നെ ഈ ഒറിജിനൽ ഫോട്ടോ ഇതൊന്നും എനിക്ക് തന്നിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ഒരു ഇച്ചിരി കറുത്ത മേക്കപ്പ് പോലെ തോന്നിയതല്ലാതെ കണ്ടമാനമൊന്നും കുറഞ്ഞില്ല. പടം തീർന്നു കഴിഞ്ഞപ്പോഴാണ് ചിലയിടത്തൊക്കെ ഇങ്ങനെ ഞാൻ ഇത് സംഭവം. അപ്പോൾ എൻ്റെ ഇവൻ എന്നോട് കള്ളം പറയാ, കൊറോണ ഏതാണ്ട് പിടിച്ചവിടെ ചെന്ന് അങ്ങനെ ആയി പോയതാന്നുള്ള. പിന്നെ സത്യം പറഞ്ഞു, ഇല്ല അമ്മേ ഞാനിങ്ങനെയാണ്, ഞാൻ 10-30 കിലോ കുറച്ചു, അതൊരു ട്രീറ്റ്മെൻറ്റിലൂടെ തന്നെയാണ് ഞാൻ എടുത്തത് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര വിഷമം ഇപ്പോൾ. അല്ലെങ്കിൽ എൻ്റെ ബ്രദർ അമേരിക്കയിൽ ഡോക്ടറാണ്. ചേട്ടന് പറഞ്ഞു ഇപ്പം സംഭവിച്ചു പോയി, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, ഏതായാലും ഇങ്ങനെ അത്. പക്ഷെ അവനറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ നന്നായിട്ടറിയാം. പൃഥ്വിയല്ലേ ആള്. ഏതായാലും ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ ഈ ഒരു പടത്തിന് വേണ്ടി. ഇനി ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു വെയിറ്റ് റിഡക്ഷൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോവിഡ് കാലഘട്ടം കൂടെ ആയിരുന്നോണ്ടല്ലേ പൃഥ്വി അവിടെ ആവുകയും അതെ ആന്റിയും സുപ്രിയയും മോളും എല്ലാം. കാരണം അവരൊന്നും അങ്ങനെ മാറി നിൽക്കുന്നു. സുപ്രിയയും മോളും ഇടയ്ക്കൊന്ന് പോവുകയെങ്കിലും ചെയ്തു. അവരും പറയുന്നതൊക്കെ സത്യമാണോന്ന് എനിക്ക് സംശയം തോന്നി തുടങ്ങി. പിന്നെ ഇവിടൊക്കെ ഞാൻ ബ്ലസ്സി സാറിനെ വിളിച്ചു ചോദിക്കുന്നു. പറഞ്ഞു ചേച്ചി അങ്ങനെ ഞാൻ നുണ പറഞ്ഞില്ല, കള്ളത്തരം ഒന്നുമില്ല, വേറെ ഒരു കുഴപ്പമില്ല. ശരിയാണ് കുറച്ച് കൂടുതൽ ക്ഷീണിച്ചു രാജു, പക്ഷെ ഒന്നുമില്ല, ഇവിടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന്. ഞങ്ങളുടെ കൂടെ ഡോക്ടേഴ്സുണ്ട്, വലിയ മെഡിക്കൽ ടീമുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഇതിൻ്റെ അത്രയിൽ ഇങ്ങനെ കിടക്കുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയൊക്കെ. അപ്പം അതിങ്ങനെ ദൈവത്തിനോട് പറഞ്ഞു, ഈശ്വര എൻ്റെ മോന് അസുഖങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് കൊണ്ടിങ്ങനെ എത്തിക്കണം എന്ന് മാത്രം എപ്പോഴും പറയും ഞാൻ. ഇപ്പം ആൻറ്റി പറഞ്ഞല്ലോ, ഇപ്പം ചിലരൊക്കെ പറയും ഇപ്പം നെഗറ്റീവ് പറയുന്നതിന് അവാർഡ് കിട്ടിയതിനെ കുറിച്ച്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് ഒരിക്കലും അതൊരു പൃഥ്വിരാജായിട്ട് തോന്നിയിട്ടേ ഇല്ല, നജീബാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ ആ പുസ്തകം വളരെ വർഷങ്ങൾക്ക് മുൻപേ വായിച്ചാണ്. അപ്പം നമുക്ക് ആലോചിക്കാം, ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ അറിയാം. അതാണ് എനിക്ക് പറഞ്ഞത്. കാരണം ഇത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജാണ് ഈ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നൊക്കെയുള്ള ആ ഒരു ആ ധാരണയിൽ നിന്നും അവനെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്നും അവൻ്റെ ആ രൂപത്തിൽ നിന്നും എല്ലാം അവൻ മാറി. അപ്പൊ അതാണ് ഞാനും അതിശയിച്ചു പോയത്. പൂർണ്ണ നഗ്നനായിട്ട് അഭിനയിക്കാന്ന് അത് ആ ദേഹം കൂടെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ. ഇത്രയും ക്ഷീണിപ്പിച്ചതെന്നൊക്കെ തോന്നിപ്പോയി. അതെ. ഈ അതുപോലെ തന്നെ ഈ പറഞ്ഞല്ല ഇപ്പൊ ഈ നെഗറ്റീവ് ചിലരൊക്കെ ചോദിക്കും 30 കിലോ കുറച്ചതാണോ അതും അഭിനയമാണ്. പിന്നല്ലാതെ ഞാനത് പറഞ്ഞതാ. കാരണം എന്താ പറഞ്ഞത്, സിനിമയെക്കുറിച്ച്
ഈ പറഞ്ഞവരാരൊക്കെയാണെന്നുള്ള ഞാനിവിടെ പേര് പറയുന്നില്ല, പക്ഷെ അവർ വലിയ സിനിമയുടെ മറ്റേ ഭീഷ്മാചാര്യന്മാരെ ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ 2-3 പടമൊക്കെ എടുത്തത് ഞാൻ കണ്ടതാണ്. അപ്പം നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. പിന്നെ പറയുമ്പം കുറച്ചൊരു മാന്യമായിട്ടൊക്കെ പറയുക. ഇതാണോ ഫാൻസി ഡ്രസ്സാണോ? സിനിമയെക്കുറിച്ച് ABCD അറിയാവുന്ന ഒരാളിങ്ങനെ പറയൂ. ചുമ്മാ വഴിയെ കൂടെ നടക്കുമ്പോൾ ആരെങ്കിലും പോയി 31 കിലോ കുറയ്ക്കുമോ? അപ്പൊ അത് ആ കഥാപാത്രമായി മാറാനുള്ള പ്രയത്നത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ആ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെ അഭിനയിക്കണമെങ്കിൽ ഇതും കൂടെ ചെയ്യണം. അപ്പൊ അതൊക്കെ അഭിനയത്തിന് വേണ്ടി തന്നെ ചെയ്ത ത്യാഗങ്ങളാണ്. അത്രയും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനൊക്കെ സിനിമാ ഫീൽഡിൽ നിൽക്കാതെ വേറെ വല്ല പണിക്കും പോകണമെന്നാണ് ഞാൻ പറയുന്നത്, സത്യം.